സംസാരിക്കാത്ത ഒരു പ്രത്യേക തരം രാവിലകളുണ്ട്. കണ്ണു തുറന്ന മൊമെന്റിൽ തന്നെ നിനക്കറിയാം എന്ത് ചെയ്യണമെന്ന്. പഠിക്കണം, ഫോക്കസ് ചെയ്യണം, എക്സസൈസ് ചെയ്യണം, ഫോണിൽ നിന്നും ദൂരെ നിൽക്കണം. എങ്കിലും നിന്റെ കൈ ഫോണുകളിലേക്ക് തന്നെ പോകും. നീ പറയും ജസ്റ്റ് 1 മിനിറ്റ് മാത്രം. ഒരു നോട്ടിഫിക്കേഷൻ, ദെൻ അനദർ. ആരോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ചിലർ ഓൾറെഡി പഠിക്കുന്നു, ചിലർ ഓൾറെഡി ട്രാവൽ ചെയ്യുന്നു, ചിലരുടെ ലൈഫ് പെർഫെക്റ്റ് ആയി തോന്നുന്നു. നിന്റെ കാലുകൾ തറയിലെത്തുന്നതിന് മുൻപ് തന്നെ നിന്റെ ദിവസത്തിന്റെ ആദ്യ പാതി മറ്റൊരാളുടെ ലൈഫിൽ ജീവിച്ചു കഴിഞ്ഞിരിക്കും. ഫൈനലി ഫോൺ താഴെ വെച്ച് ടൈം നോക്കുമ്പോൾ 8 മണി. അപ്പോഴുണ്ടാകുന്ന ഫീലിംഗ് ഗിൽട്ടി ആണോ, ലേസിനെസ് ആണോ, അതോ ഞാൻ എന്താണ് എന്നും എന്നോട് ഇങ്ങനെ തന്നെ ചെയ്യുന്നത് എന്ന് തോന്നൽ. എങ്ങനെയല്ലോ ടേബിളിൽ ഇരുന്ന് 1 പേജ് വായിക്കും, നത്തിങ് സ്റ്റേ. ഇനിയും വായിക്കും, സ്റ്റിൽ നത്തിങ്. ശേഷം നീ പറയും എനിക്ക് ഡിസിപ്ലിൻ ഇല്ല. ഇത് നീ എത്ര തവണ ഒരു ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടാവാം. മേ ബി ഇതൊന്നും സത്യമാവില്ല എങ്കിലോ? ചിലപ്പോൾ നിന്റെ ബ്രെയിൻ വർക്ക് തുടങ്ങുന്നതിന് മുൻപ് തന്നെ പല ഡിസിഷൻസും എടുത്ത് ടയേർഡ് ആകുന്നതാണെങ്കിലോ? ചിലപ്പോൾ നിനക്ക് ബെറ്റർ പേഴ്സണാലിറ്റി അല്ല, മേ ബി യു നീഡ് എ ബെറ്റർ എൻവയോൺമെന്റ്. സോ ഇന്ന് മുതൽ നമുക്ക് പെർഫെക്റ്റ് ടൈം ടേബിളിനെ മറക്കാം. ഇന്റർനെറ്റിലെ ആരോ 4 മണിക്ക് എഴുന്നേറ്റ് പഠിക്കാൻ പറഞ്ഞത് മറക്കാം. നാളെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് പേഴ്സൺ ആവാൻ ട്രൈ ചെയ്യുന്നത് മറക്കാം. ഇൻസ്റ്റഡ് ഒരു ഓർഡിനറി സ്റ്റുഡന്റിന്റെ ഓർഡിനറി ഡേ ഫോളോ ചെയ്യാം. നോട്ട് ടു മേക്ക് പെർഫെക്റ്റ് ലൈഫ്, ബട്ട് ടു മേക്ക് എ റൈറ്റ് ഡിസിഷൻ ഈസിയർ. ദ ഫസ്റ്റ് അവർ ബിലോങ്സ് ടു യു. രാവിലെ 6 മണിക്ക് അലാം മുഴങ്ങുന്നു, കണ്ണുകൾ തുറക്കുന്നു, റൂം ഡാർക്കാണ്, ഫോൺ എവിടെയോ ഉണ്ട്. പക്ഷെ അത് അവന്റെ പില്ലോയിലല്ല, റൂമിന്റെ മറ്റൊരു വശത്ത്. ഉറങ്ങുന്നതിന് മുൻപ് അവൻ അത് അവിടെ വെച്ചതാണ്. കാരണം ഇന്നലത്തെ പോലെ ഫോൺ അടുത്ത് വെച്ചാൽ നാളെ രാവിലെ എന്നോട് തന്നെ എനിക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വരുമെന്ന് അവൻ അറിയാം. അതിനാൽ അവൻ ആ ഫൈറ്റ് മൂവ് ചെയ്തു, ഫോൺ മൂവ് ചെയ്തു. ഇനി അലാം അടിക്കുമ്പോൾ നടന്നുപോയി ഓഫ് ചെയ്യണം. 1 സെക്കൻഡിലേക്ക് തിരിച്ച് ബെഡിൽ വന്ന് കിടക്കാൻ അവന് തോന്നി. ബട്ട് അവൻ ജനാല കണ്ടു, കർട്ടൻ മാറ്റി, മോർണിംഗ് ലൈറ്റ് റൂമിലേക്ക് എൻജോയ് ചെയ്യാൻ അനുവദിച്ചു. നോ നോട്ടിഫിക്കേഷൻ, നോ മെസ്സേജ്, നോ വോയിസ്, ജസ്റ്റ് ലൈറ്റ്. രാവിലത്തെ ആദ്യ മണിക്കൂറുകൾ വാല്യുബിൾ ആകുന്നത് അത് മാജിക്കൽ പ്രൊഡക്ടിവിറ്റി അവർ ആയതുകൊണ്ടല്ല. അത് വാല്യുബിൾ ആകുന്നത് ബിക്കോസ് യുവർ അറ്റൻഷൻ ഹാസ് നോട്ട് ബീൻ ക്ലെയിംഡ് യെറ്റ്. കുറച്ചു നേരം കഴിഞ്ഞാൽ ലോകം നിന്റെ സമയം ആവശ്യപ്പെടും. ടീച്ചേഴ്സ്, ഫ്രണ്ട്സ്, മെസ്സേജ്, അസൈൻമെന്റ്സ്, ഫാമിലി, സോഷ്യൽ മീഡിയ, ഡെഡ് ലൈൻ. പക്ഷെ ഇപ്പോൾ ആരും നിന്നോട് ഒന്നും ആവശ്യപ്പെടുന്നില്ല. ഈ സമയത്ത് നീ എന്ത് കാണുന്നു എന്നത് നിന്റെ ആ ഡേ ഡിസൈഡ് ചെയ്യും. നീ കാണുന്നത് സോഷ്യൽ മീഡിയ ആണെങ്കിൽ ബ്രെയിൻ വേർഡ് ഓഫ് നോവലിറ്റിയിലേക്ക് കടക്കും. പുതിയ മുഖങ്ങൾ, പുതിയ ഇൻഫോർമേഷൻ, പുതിയ ഇമോഷൻസ്, പുതിയ റിവാർഡ്. എന്ത് കാണണമെന്ന് നീ ഡിസൈഡ് ചെയ്യുന്നില്ല, അൽഗോരിതം നിനക്ക് വേണ്ടി തീരുമാനിക്കും. എന്നാൽ അവൻ ഫോണ് തൊടാതെ പുറത്തേക്ക് കടന്നു. നാച്ചുറൽ ലൈറ്റ്, ഫ്രഷ് എയർ, എ ഫ്യൂ ക്വൈറ്റ് മൊമെന്റ്. മോർണിംഗ് സൺലൈറ്റ് ബോഡിയിലെ സർക്കാഡിയം റിതം കറക്റ്റ് ആക്കും ആൻഡ് സപ്പോർട്ട് വീക്ക്നെസ്നെസ് ലേറ്റർ ഇൻ ദാറ്റ് ഡേ. ശേഷം റൂമിലേക്ക് തിരിച്ചു പോകുമ്പോൾ വെള്ളം അവന്റെ ടേബിളിൽ തന്നെ അവനെ കാത്തിരിപ്പുണ്ട്. അവന് അതിനുവേണ്ടി വേറെ ഡെസിഷൻസ് എടുക്കേണ്ട ആവശ്യമില്ല, എവിടെയും പോവേണ്ടതുമില്ല. ബുക്സ് ടേബിളിലുണ്ട്, നോട്ട്ബുക്ക് അതിൻ്റെ അടുത്തുണ്ട്. എൻവയോൺമെന്റ് അവന് വേണ്ടി ഓരോ ഡെസിഷൻസും എടുക്കുന്നു. ഓരോ രാവിലെയും നീ നിന്നെ സ്ട്രോങ് ആക്കേണ്ടതില്ല. യു ക്യാൻ മേക്ക് ദ എൻവയോൺമെന്റ് വീക്കർ അഗെയിൻസ്റ്റ് യു. ഡിസ്ട്രാക്ഷനെ പാടുള്ളതും ഗുഡ് ഹാബിറ്റ്സിനെ ഈസിയറുമാക്കാം. മേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഒബ്വിയസ്, ദാറ്റ്സ് ഡിസൈഡ്. ദെൻ അവൻ ലൈറ്റ് വർക്ക്ഔട്ട് ചെയ്തു, ഷോർട്ട് വാക്ക്, ഫ്യൂ സ്ട്രെച്ചിങ്. കാരണം അവന്റെ ബോഡി വേക്കപ്പ് ചെയ്യേണ്ടത് അനിവാര്യമായിരുന്നു. ചില സമയത്ത് യു ഡോണ്ട് നീഡ് ടു കൺവിൻസ് യുവർ മൈൻഡ് ടു ഫോക്കസ്, യു നീഡ് ടു ഹെൽപ്പ് യുവർ ബോഡി അണ്ടർസ്റ്റാൻഡ്. ഗിവ് യുവർ ബെസ്റ്റ് ബ്രെയിൻ ദ തിങ്സ് യു ഹാവ് ബീൻ അവോയ്ഡിങ്. അവൻ പഠിക്കാനിരിക്കുന്നു. തിരഞ്ഞെടുക്കുന്ന സബ്ജക്ട് ഈസി ആയതോ വേഗം മനസ്സിലാകുന്നതോ അല്ല, അവൻ വെറുക്കുന്ന ഒന്ന്, ദ ഡിഫിക്കൽട്ട് വൺ. 4 ദിവസമായി പിന്നെ പഠിക്കാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനെ നോക്കി അവന്റെ മനസ്സിൽ ഈസി സബ്ജക്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നുണ്ടാകാം. പക്ഷെ അവൻ അറിയാം ഈസി വർക്ക് നിന്നെ പ്രൊഡക്റ്റീവായി ഫീൽ ചെയ്യിപ്പിക്കും. ഹാർഡ് വർക്ക് മേക്സ് യു ആക്ച്വലി തിങ്ക്. സോ അവൻ ആ ഡിഫിക്കൽട്ട് ബുക്ക് ഓപ്പൺ ചെയ്യും. പെട്ടെന്ന് എവിടെ നിന്ന് മോട്ടിവേഷൻ കിട്ടിയത് കൊണ്ടല്ല, ബിക്കോസ് ഹി ഈസ് പ്രൊട്ടക്ടിങ് ഹിസ് ബെസ്റ്റ് അറ്റൻഷൻ. ഇവിടെയാണ് സ്റ്റുഡൻസ് മിസ്റ്റേക്സ് ഉണ്ടാക്കുന്നത്. അവർ അവരുടെ ഫ്രഷ് മെന്റൽ എനർജി നോട്ട്സ് ഓർഗനൈസ് ചെയ്യുവാനും, മെസ്സേജ് ചെക്ക് ചെയ്യാനും, ടൈം ടേബിൾ ഉണ്ടാക്കാനും, സ്റ്റഡി വീഡിയോസ് കാണാനും യൂസ് ചെയ്യുന്നു. ശേഷം മെന്റൽ എനർജി കുറഞ്ഞാൽ ഫൈനലി അവർ ഡീപ്പ് തിങ്കിങ് ആവശ്യമുള്ളതിലേക്ക് വരും. ബട്ട് അവൻ ഓപ്പോസിറ്റ് ആയ ഒന്ന് ചെയ്തു. He gave the hardest task the version of himself that is more awake.
അവൻ ക്വസ്റ്റ്യൻസ് ചോദിച്ചു, പഠിക്കാൻ ശ്രമിച്ചു. പേടി തീർക്കാനല്ല ശ്രമിച്ചത്, ബ്രെയിനെ റൈറ്റ് ഡയറക്ഷനിൽ സ്ട്രഗിൾ ചെയ്യാൻ അനുവദിച്ചു. ബ്രെയിന് എന്തറിയാമെന്നതുമായി അതിനെ കണക്ട് ചെയ്യണം, റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണം, ഐഡിയാസ് റിട്രീവ് ചെയ്യണം, കൺഫ്യൂഷൻ റിസോൾവ് ചെയ്യണം. സോ മോർണിംഗ് എനർജിയെ എത്ര പേജ് ഫിനിഷ് ചെയ്തു എന്നല്ല, എൻ്റെ ബ്രെയിൻ ആക്ച്വലി എന്ത് മനസ്സിലാക്കി എന്നതിൽ അവൻ അളന്നു. പഠിച്ചതിന് ശേഷം ബുക്ക് ക്ലോസ് ചെയ്തു ഒരു ബ്ലാങ്ക് പേജ് എന്തൊക്കെ ഓർമ്മയുണ്ടെന്ന് എഴുതി. അവിടെയാണ് റിയൽ ലേണിംഗ് തുടങ്ങുന്നത്. അവൻ എഴുതാൻ ശ്രമിച്ചു, ഒന്നും ഓർമ്മയില്ല. പതിയെ ഓരോ സെന്റൻസുകൾ ഓർമ്മ വന്നു. ഒരു ആൻസർ തെറ്റി. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ കരുതിയത് എനിക്ക് അറിയാമെന്ന്. കാരണം റീഡിംഗ് ക്രിയേറ്റ്സ് ഫെമിലിയാരിറ്റി, റിട്രീവൽ ക്രിയേറ്റ് ആക്സസ്. ബ്രെയിനിൽ നിന്നും ഇൻഫർമേഷൻ എടുക്കുവാൻ ശ്രമിക്കുന്നത് നിനക്ക് എന്ത് ആക്ച്വലി മെമ്മറിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി തരുന്നു. മറന്നു പോകുന്നതിൽ തളരാതെ മിക്സിംഗ് പാട്ടിനെ മനസ്സിലാക്കുവാനും പഠിക്കുവാനും അവൻ അത് ഉപയോഗിച്ചു. Study become less about consuming information and more about training the brain to retrieve it when needed. Afternoon study. ലഞ്ചിന് ശേഷം ബുക്ക് ഓപ്പൺ ചെയ്യുന്നു. ബുക്കും റൂമും എല്ലാം സെയിം ആണെങ്കിലും അവൻ ഡിഫറെൻ്റ് ആയിരുന്നു. കണ്ണുകൾ ഭാരമുള്ളതായി തോന്നുന്നു. അറ്റൻഷൻ മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു പാരഗ്രാഫ് 3 തവണ വായിച്ചിട്ടും എന്താണ് വായിച്ചതെന്ന് ഓർമ്മിക്കാൻ കഴിയുന്നില്ല. അവൻ്റെ ഓൾഡ് വേർഷൻ പറയുമായിരുന്നു, ഞാൻ ലേസിയാണ്. ബട്ട് അവൻ എഴുന്നേറ്റു. 5-10 മിനിറ്റ് നടന്നു. നോ ഫോൺ, നോ മോട്ടിവേഷണൽ വീഡിയോ. തിരിച്ചു വന്ന് രാവിലെ ചെയ്ത സെയിം കാര്യങ്ങൾ ചെയ്യാൻ അവനെ ഫോഴ്സ് ചെയ്യാതെ ഇപ്പോഴത്തെ ബ്രെയിനിന് എന്ത് തരത്തിലുള്ള വർക്ക് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിച്ചു. മോർണിംഗ് വാസ് ഫോർ അണ്ടർസ്റ്റാൻഡിങ്, ആഫ്റ്റർനൂൺ ബിക്കം ഫോർ ടെസ്റ്റിംഗ്. ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തു, ആൻസർ എഴുതി, കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തു. ടെക്സ്റ്റ് ബുക്ക് ക്ലോസ് ചെയ്ത് അവൻ്റെ ലാംഗ്വേജിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചു. അവൻ്റെ എക്സാമ്പിൾ നൽകി അവൻ്റെ രീതിയിൽ കാര്യങ്ങളെ പറയുവാനും പഠിപ്പിക്കുവാനും ശ്രമിച്ചു. ആൻഡ് സ്ലോലി ദ കൺസെപ്റ്റ് ബിക്കം ഹിസ്. നിനക്ക് ശരിക്കും ഒരു കാര്യം മനസ്സിലായി എങ്കിൽ അത് യു ഷുഡ് ഇവൻച്വലി ബി ഏബിൾ ടു റീബിൽഡ് ദ ഐഡിയ ഇൻ യുവർ ഓൺ വേർഡ്സ്. ആഫ്റ്റർനൂണിലെ ഡിഫറെന്റ് എനർജി ഡിഫറെന്റ് ടാസ്കിനായി ഉപയോഗിക്കാം. ദെൻ അവന് മെസ്സേജ് ചെക്ക് ചെയ്യണമെന്ന് തോന്നുന്നു. ബട്ട് ഇപ്പോൾ അത് ചെയ്യാതെ ഒരു നോട്ട് ബുക്കിൽ എഴുതുന്നു, മെസ്സേജ് ലേറ്റർ. മറ്റൊരു ചിന്ത വരുന്നു, ആ ടോപ്പിക് എനിക്ക് ഇനിയും പഠിക്കണം, അതും എഴുതുന്നു. ആ സാധനം വാങ്ങണം, അതും എഴുതുന്നു. ആ ചെറിയ പേപ്പർ ഇമ്പോർട്ടൻ്റ് ആയ ഒന്ന് നമ്മൾ ചെയ്യുന്നു. ബ്രെയിൻ അൺഫിനിഷ്ഡ് ചിന്തകൾ ആക്റ്റീവായി നിലനിർത്തും. കാരണം അവർക്കത് നഷ്ടപ്പെടുത്താൻ ഇഷ്ടപ്പെടുന്നില്ല. സോ അതിനെതിരെ ഫൈറ്റ് ചെയ്യാതെ ഡിസ്ട്രാക്ഷനെ പാർക്ക് ചെയ്യാൻ അനുവദിക്കാം. 1 പേജ് അർജന്റ് ആയവ അതിലേക്ക് പോകുന്നു. നോട്ട് സോൾവ്ഡ്, നോട്ട് ഫോളോഡ്, ജസ്റ്റ് ക്യാപ്ചർഡ്. ദെൻ ബാക്ക് ടു വർക്ക്. ഈവനിങ്. വൈകുന്നേരം റൂം ഡിഫറെൻ്റ് ആകും, സൺലൈറ്റ് ഡിഫറെൻ്റ് ആകും, സ്റ്റുഡൻസ് ടയേർഡ് ആകും. ടു ഡു ലിസ്റ്റിൽ ഇപ്പോഴും അൺഫിനിഷ്ഡ് ആയ കുറേ കാര്യങ്ങൾ ഉണ്ടാകും. പതിയെ ആ ഫെമിലിയർ പ്രഷർ അവനിലേക്ക് തിരിച്ചു വരും. ഞാൻ കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യണമായിരുന്നു. അവനൊക്കെ മറന്ന് ഒരു വാക്കിന് പോകും. ഒരു പ്രൊഡക്ടിവിറ്റി പോഡ്കാസ്റ്റോ ലെക്ചറോ കേൾക്കുന്നില്ല. ഓരോ മൊമെന്റ് യൂസ്ഫുൾ ആക്കാൻ ട്രൈ ചെയ്യുന്നുമില്ല. ജസ്റ്റ് മൂവ്മെന്റ്. കാരണം ബ്രെയിനിന് സ്റ്റിമുലേഷൻ മാത്രമല്ല റിക്കവറിയും ആവശ്യമാണ്. ചില സമയത്ത് ടയേർഡ് ബ്രെയിനിനോട് ചെയ്യാൻ പറ്റുന്ന ഇന്റലിജന്റ് ആയ കാര്യം കൂടുതൽ ഡിമാൻഡ് ചെയ്യാതിരിക്കുക. ഷോർട്ട് വാക്ക്, സ്ട്രെച്ചിങ്, ലൈറ്റ് എക്സസൈസ്. ദ ഗോൾ ഈസ് ടു റിട്ടേൺ ടു യുവർ സെൽഫ്. തിരിച്ചു വന്ന് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാതെ ഒരു ടാസ്ക് മാത്രം എടുക്കുക, അത് ഫിനിഷ് ചെയ്യും. പ്രയോറിറ്റൈസ് കംപ്ലീഷൻ ഓവർ ഇമോഷണൽ പണിഷ്മെന്റ്. യു ഡോണ്ട് നീഡ് ടു പണിഷ് യുവർ ടുഡേസ് വേർഷൻ ഓഫ് യുവർ സെൽഫ് ഫോർ ബീയിങ് ഹ്യൂമൻ. നൈറ്റ് ടു ബിൽഡ് ടുമാറോ. രാത്രി റൂം ക്വൈറ്റ് ആകും. രാവിലെ അവനെ ക്ഷണിച്ച അതേ റൂം ഇപ്പോൾ ഉറങ്ങാനായി അവനെ തയ്യാറെടുപ്പിക്കുന്നു. അവൻ നോട്ട്ബുക്ക് എടുത്ത് 2 കാര്യങ്ങൾ എഴുതും. ഇന്ന് ഞാൻ എന്ത് ചെയ്തു, എന്ത് പ്ലാൻ ചെയ്തു എന്നല്ല. ഡിഫിക്കൽട്ട് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു, റീകോൾ കംപ്ലീറ്റ്, പ്രോബ്ലം സോൾവ്. അടുത്തത് നാളെ ചെയ്യേണ്ട 3 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ്? 3 കാര്യങ്ങൾ മാത്രം. കാരണം 20 പ്രയോറിറ്റീസ് ഒരു പ്രയോറിറ്റി ലിസ്റ്റ് അല്ല, അത് ആങ്സൈറ്റി എഴുതിയ ഒരു പേപ്പർ മാത്രമാണ്. ശേഷം റൂം പ്രിപ്പയർ ചെയ്യും. ആദ്യം നാളെ പഠിക്കേണ്ട ബുക്ക് ടേബിളിൽ വെക്കും, വാട്ടർ ബോട്ടിൽ റെഡിയാക്കും, ഫോൺ ബെഡിൽ നിന്ന് ദൂരെ വെക്കും. കാരണം he don't trust tomorrow's sleepy brain to make perfect choices. He help it tonight. കാരണം ഡിസിപ്ലിൻ മൊമെന്റ് ഓഫ് ആക്ഷനിൽ മാത്രമല്ല, ആ മൊമെന്റ് വരുന്നതിന് മുൻപ് തന്നെ തുടങ്ങുന്നു. ലൈറ്റ് ഓഫ് ചെയ്ത് ഉറങ്ങുന്നു. ആ ഡേ ഫിനിഷ് ആയത് കൊണ്ടല്ല, നാളെ കറക്റ്റ്ലി പ്രവർത്തിക്കുവാൻ ബ്രെയിനിന് ഉറക്കം ആവശ്യമാണ്. ഉറങ്ങുന്ന സമയത്ത് ബ്രെയിൻ സപ്പോർട്ട് പ്രോസസ് ഇൻവോൾവ് ഇൻ മെമ്മറി കൺസൾട്ടേഷൻ, അറ്റൻഷൻ, ഇമോഷണൽ റെഗുലേഷൻ ആൻഡ് റിക്കവറി. സോ സ്ലീപ്പ് നിന്റെ പഠിക്കേണ്ട സമയം മോഷ്ടിക്കുകയല്ല,
Sleep is a part of the system that makes learning possible. The day routine breaks. ഇനി നമുക്ക് ഈ സ്റ്റോറി കുറച്ച് റിയലിസ്റ്റിക് ആക്കാം. കാരണം എല്ലാ നാളുകളും പെർഫെക്റ്റ് ആവില്ല. ചില ദിവസം അവൻ 9 മണിക്ക് എഴുന്നേൽക്കും. അവൻ പാനിക് ആകും, എല്ലാം തകർന്നു എന്ന് കരുതും. ദെൻ അവൻ റിയലൈസ് ചെയ്യും സിസ്റ്റം എന്നത് ടൈം ടേബിൾ മാത്രമല്ല, ദ സിസ്റ്റം ഈസ് ദ എബിലിറ്റി ടു റിട്ടേൺ. സോ അവൻ അടുത്ത മണിക്കൂർ ആ ഗിൽട്ടിൽ തുടരില്ല, പ്രവർത്തിക്കാൻ ആരംഭിക്കും. ചില ദിവസം അവന് പനിയായിരിക്കാം, ചില ദിവസം അവന്റെ പ്രസൻസ് അവന്റെ ഫാമിലിക്ക് ആവശ്യമായിരിക്കാം, ചില ദിവസം 2 മണിക്കൂർ സ്ക്രോളിങ്ങിൽ അവൻ സമയം ചിലവഴിച്ചിരിക്കാം, ചില ദിവസം അവൻ ഒന്നും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ ഓരോ സമയവും സിസ്റ്റം ഒരു ക്വസ്റ്റ്യൻ മാത്രം ചോദിക്കും: അടുത്ത യൂസ്ഫുൾ ആക്ഷൻ എന്താണ്? ഞാൻ എന്താണ് ഇങ്ങനെയെന്നോ, എനിക്ക് ഡിസിപ്ലിൻ എന്താണ് ഇല്ലാത്തത്, ഇനി മൺഡേ തുടങ്ങാം അല്ലെങ്കിൽ നാളെ തുടങ്ങാം എന്നൊന്നുമല്ല. വാട്ട് ഈസ് നെക്സ്റ്റ്? അതാണ് റുട്ടീൻ ആൻഡ് സിസ്റ്റത്തിന്റെ ഡിഫറൻസ്. The clock can change, the day can change, the order can change, but the principle remains. അതുകൊണ്ടാണ് റിയൽ ലൈഫിൽ സിസ്റ്റം സർവൈവ് ചെയ്യുന്നത്. ലൈഫ് ചേഞ്ച് ചെയ്യുന്നത് ഒരു എക്സ്ട്രാ ഓർഡിനറി ഡേയിൽ നിന്നല്ല, 100 കണക്കിന് ഓർഡിനറി മൊമെന്റ്സിൽ നിന്നുമാണ്. നിന്നോട് തന്നെ ഫൈറ്റ് ചെയ്യുന്നത് നിർത്തി ചുറ്റുമുള്ളതിനെ ഡിസൈൻ ചെയ്യാൻ പഠിക്കാം. ഇന്ന് രാത്രി മറ്റൊരു ഇമ്പോസിബിൾ റുട്ടീൻ ഉണ്ടാക്കി സമയം കളയാതെ ജസ്റ്റ് പ്രിപ്പയർ ദ. രാവിലെ നീ സ്ട്രോങ് ആവാൻ ശ്രമിക്കാതെ ഫസ്റ്റ് ഗുഡ് ഡിസിഷൻ മാത്രം എടുത്താൽ മതി. ഒരു ഓർഡിനറി ഡേ നീ റിയലൈസ് ചെയ്യും, ഓവർനൈറ്റ് കൊണ്ട് നീ ഡിസിപ്ലിൻഡ് ആയതല്ല. യു സിംപ്ലി ബിൽഡ് എ ലൈഫ് വെയർ ദ പേഴ്സൺ യു വാണ്ടഡ് ടു ബിക്കം ഫൈനലി ഹാവ് സംവെയർ ടു ഗ്രോ.